പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ഇരട്ട മുഖമുള്ളവർ എന്ന് അറിയപ്പെടാറുണ്ട്. എന്നാൽ ഇത് കാപട്യമല്ല, മറിച്ച് ലൗകിക ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും ആത്മീയ ജീവിതത്തിലെ തേടലുകളും ഒരേപോലെ കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ അപൂർവമായ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. കുംഭത്തിന്റെയും മീനത്തിന്റെയും സന്ധിയിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം ഒരു പുതിയ പുലരിയുടെ സന്ദേശമാണ് നൽകുന്നത്. പലപ്പോഴും നിങ്ങൾ കടന്നുപോയിട്ടുള്ള കഠിനമായ പരീക്ഷണങ്ങൾക്കും മനസ്സിനെ വേദനിപ്പിച്ച അനുഭവങ്ങൾക്കും ഈ മാസം ഒരു ശമനമുണ്ടാകാൻ പോകുന്നു. മുന്നിൽ നിൽക്കുന്ന വെല്ലുവിളികളെ കണ്ട് പതറരുത്. അവ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് കൂടുതൽ കരുത്തരാക്കാൻ വന്നതാണെന്ന പ്രപഞ്ച സത്യം ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാകാൻ പോകുന്ന നക്ഷത്രക്കാർ നിങ്ങളാണ്. മാർച്ച് മാസം പ്രകൃതിയിൽ വസന്തം വിരിയുന്ന കാലമാണ്. അതുപോലെ നിങ്ങളുടെ കർമ്മമണ്ഡലത്തിലും കുടുംബജീവിതത്തിലും വിജയത്തിന്റെ പുതിയ മുകളങ്ങൾ വിരിയുന്ന കാഴ്ച ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. ഈ പ്രവചനം വെറുമൊരു കണക്കുകൂട്ടലല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു വഴികാട്ടിയാണ്. സാമ്പത്തികമായ വലിയ തിരിച്ചറിവുകൾ, തൊഴിലിടങ്ങളിൽ നിങ്ങൾ കൊതിച്ചിരുന്ന അംഗീകാരങ്ങൾ, ദാമ്പത്യത്തിലെ പുതിയ അധ്യായങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നാം ഇവിടെ വിശദമായി ചർച്ച ചെയ്യുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാർ സ്വാഭാവികമായും ദീർഘവീക്ഷണമുള്ളവരാണ്. എന്നാൽ ആ ദീർഘവീക്ഷണം പലപ്പോഴും പ്രായോഗികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ 2026 മാർച്ച് മാസം നിങ്ങളുടെ ആശയങ്ങൾക്ക് ചിറകുകൾ നൽകും. ലക്ഷ്യബോധത്തോടെയുള്ള ഓരോ ചുവടുവെപ്പും വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. ഭയം വെടിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകേണ്ട സമയമാണിത്. കഴിഞ്ഞുപോയ കാലത്തെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നാളുകളെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? സാമ്പത്തികമായി നിങ്ങൾ സുരക്ഷിതരാണോ? കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം ലഭിക്കുമോ? ആത്മീയമായ ഉണർവ് നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം സമഗ്രമായ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. വിധിവിശ്വാസത്തിനപ്പുറം കർമ്മരംഗത്തെ സ്നേഹിക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കായി 2026 മാർച്ച് മാസത്തിലെ ഫലങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. മനസ്സിനെ ശാന്തമാക്കി പോസിറ്റീവ് എനർജിയോടെ വരുന്ന മാസത്തെ സമീപിക്കുക. കാരണം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി മാറിയേക്കാം. സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, കുടുംബം, ആത്മീയത തുടങ്ങിയ മേഖലകൾ ഓരോന്നായി നമുക്ക് വിശദമായി നോക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ദീർഘവീക്ഷണമുള്ളവരും സത്യസന്ധരും തത്വചിന്താപരമായ മനസ്സിനുടമകളുമാണ്. 2026 മാർച്ച് മാസം നിങ്ങൾക്ക് ഒരു പരിവർത്തന കാലഘട്ടമായിരിക്കും സമ്മാനിക്കുക. ജീവിതത്തിലെ പഴയ രീതികൾ ഉപേക്ഷിക്കാനും പുതിയ ലക്ഷ്യങ്ങളിലേക്ക് ചുവടുവെക്കാനും ഈ മാസം നിങ്ങളെ പ്രേരിപ്പിക്കും. മാസത്തിന്റെ ആദ്യ പകുതി അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമായി മാറും. സാമ്പത്തികമായി 2026 മാർച്ച് മാസം മിശ്രിതമായ ഫലങ്ങളാണ് നൽകുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം വരുമാനത്തിൽ കാര്യമായ വർധനവ് പ്രതീക്ഷിക്കാം. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം കൈവരും. പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അപ്രതീക്ഷിതമായി ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. കരിയറിൽ നിന്നുള്ള ഇൻസെന്റീവ്, ബോണസ് എന്നിവയ്ക്കും സാധ്യത കാണുന്നു. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കും. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം മാറ്റിവെക്കേണ്ടി വരും. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്കായി ചെറിയ രീതിയിലുള്ള പണച്ചെലവ് പ്രതീക്ഷിക്കാം. പുതിയ നിക്ഷേപങ്ങൾക്ക് ഈ മാസം പകുതിക്ക് ശേഷം അനുകൂലമാണ്. സ്വർണം, ഭൂമി എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും. ഓഹരി വിപണിയിൽ താല്പര്യമുള്ളവർ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം മുന്നോട്ടു പോവുക. ദീർഘകാല നിക്ഷേപങ്ങൾക്കാണ് ഈ മാസം കൂടുതൽ അനുയോജ്യം. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഉടൻ പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. ഈ മാസം കൊടുക്കുന്ന കടം തിരിച്ചു കിട്ടാൻ പ്രയാസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ രേഖകൾ കൃത്യമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് സാധ്യതയുള്ള മാസമാണിത്. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഈ മാസം ലഭിച്ചേക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് സഹായിക്കും. എന്നാൽ സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള അസൂയകൾ നേരിടേണ്ടി വന്നേക്കാം. അത് അവഗണിച്ച് സ്വന്തം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വ്യാപാര രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ധനസഹായം ബാങ്കുകളിൽ നിന്നോ മറ്റോ ലഭിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാവുന്ന മാസമാണിത്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുക. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല വാർത്തകൾ ലഭിക്കും. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണുന്ന മാസമായതിനാൽ ഒന്നിനും മടി കാണിക്കരുത്. അലസത ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. മുൻപുണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യമുണ്ടാകും. പങ്കാളിയുടെ വിജയങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കും. ചെറിയ യാത്രകൾ ദാമ്പത്യ ജീവിതത്തിന് കൂടുതൽ ഉന്മേഷം നൽകും.
കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സൂചനകൾ ലഭിച്ചേക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന സ്വത്ത് തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സന്ദർശനം മനസ്സിന് സന്തോഷം നൽകും. വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഈ മാസം ഒത്തുവരും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ച് വീട്ടുകാരുമായി സംസാരിക്കാൻ അനുയോജ്യമായ സമയമാണ്. പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നവർ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായുള്ള ആത്മീയ താല്പര്യം ഈ മാസം വർദ്ധിക്കും. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനും സമയം കണ്ടെത്തും. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും പണം ലഭിക്കുന്ന മാസമാണിത്. മനസ്സിന് ശാന്തി ലഭിക്കുന്നതിനായി ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് നല്ലതാണ്. മാസത്തിന്റെ തുടക്കത്തിൽ അനാവശ്യമായ ചില ആശങ്കകൾ നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയോടെ ആത്മവിശ്വാസം തിരിച്ചു കിട്ടും. അമിതമായി ചിന്തിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും. ആരോഗ്യകാര്യത്തിൽ ഈ മാസം പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അലർജിയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണകാര്യത്തിൽ മിതത്വം പാലിക്കുക. കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. കാൽമുട്ടുകൾക്കോ സന്ധികൾക്കോ വേദന അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അധികം ആയാസമുള്ള ജോലികൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കൃത്യമായ വ്യായാമം ജീവിതചര്യയുടെ ഭാഗമാക്കുക. നടത്തം, നീന്തൽ തുടങ്ങിയ ലഘുവായ വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഉന്മേഷം നൽകും. ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനത്തിന്റെ ബലം ലഭിക്കും. പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറും. അധ്യാപകരുടെയോ മുതിർന്നവരുടെയോ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നത് പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കും. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ മാസം ഗുണകരമാണ്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഓഫീസിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും. വീടിന്റെ ഭരണം ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും. കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അത് പ്രകടിപ്പിക്കാൻ നല്ല അവസരങ്ങൾ ലഭിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ അവഗണിക്കരുത്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. സംസാരിക്കുമ്പോൾ അമിതമായ കാർക്കശ്യം ഒഴിവാക്കുക. പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. ധൃതിപ്പെട്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കരുത്. കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ആലോചിച്ച ശേഷം മാത്രം വലിയ മാറ്റങ്ങൾക്ക് മുതിരുക. ആഴ്ച തിരിച്ചുള്ള ഫലങ്ങൾ നോക്കുമ്പോൾ മാർച്ച് 1-ാം വാരം സാമ്പത്തികമായ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ജോലി സ്ഥലത്ത് തിരക്ക് വർദ്ധിക്കും. 2-ാം വാരം കുടുംബത്തിൽ സമാധാനമുണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. 3-ാം വാരം ബിസിനസ്സിലും തൊഴിലിലും പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ തെളിയും. യാത്രകൾക്ക് സാധ്യത. മാസാവസാനം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. മാസം ശുഭകരമായി അവസാനിക്കും. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തികവും മാനസികവുമായ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് കരിയറിലെ തടസ്സങ്ങൾ മാറാൻ നല്ലതാണ്. സാധുക്കൾക്ക് അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് ഐശ്വര്യം നൽകും. ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം മൊത്തത്തിൽ ഗുണകരമായ ഫലങ്ങളാണ് നൽകുന്നത്. അല്പം ശ്രദ്ധയും ഈശ്വരവിശ്വാസവും ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. കഠിനാധ്വാനം തുടരുക. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിടാൻ പോകുന്ന കാലമാണ്. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.